Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. Okay. ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു. ഏതൊക്കെയായിരുന്നു പർച്ചേസിംഗ് പ്രൊസീജിയർ? ഏതൊക്കെ സ്റ്റെപ്പ് ആയിരുന്നു പറയാൻ പറ്റുമോ? ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? Purchase requisition, purchase inquiry, quotation from suppliers to the purchase department, include price of material, quantity, etc. Comparative statement, compare different quotations, purchase order, invoice, bills. എന്തായിരുന്നു ക്യാപിറ്റൽ എക്യുപ്മെന്റ്? അതിനെ പറയുന്ന മറ്റൊരു പേര്, അക്കൗണ്ടിംഗ് ടേംസിൽ പറയുന്ന മറ്റൊരു പേര് എന്താണ്? Fixed asset. ആരാണ് ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്? Suppliers. ആണ്. അതുപോലെ തന്നെ dash is the legal document between purchase department and എന്താണ് supplier? എന്തായിരിക്കും? Purchase order. Purchase order. Okay. What do you mean by exploratory meeting? എന്തായിരുന്നു അതിൽ ചെയ്യുന്നത്? മീറ്റിംഗിൽ അവരെന്താണ് ചെയ്യുന്നത്? Two parties introduced themselves and information analyzed. Okay. Introducing. Okay, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? നെക്സ്റ്റ് നോക്കാം. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് വരെയാണ് നമ്മൾ എടുത്തിരുന്നത്. നെക്സ്റ്റ് ഭാഗം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Okay, next portion ആണ് capital equipment management consists of 5 points. So capital equipment ബന്ധപ്പെട്ട് 5 points ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റലിൽ capital equipment ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? അത് വാങ്ങിക്കാനായിട്ടുള്ള പ്ലാനിങ് നടത്തും അല്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റ്. പ്ലാനിങ് ഫോർ ദി equipment. നമ്മൾ ഓരോന്നുമായിട്ട് 5 കാര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ഫസ്റ്റ് വൺ പറഞ്ഞത് പ്ലാനിങ് നടത്തുക അല്ലെ? ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യാം. ഇനി എന്താണ്? അത് നമ്മൾ പർച്ചേസ് ചെയ്തു. സെക്കൻഡ് വൺ ആണ് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. പർച്ചേസ് ചെയ്തു. പിന്നെ എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ്റെനൻസ് മീനിങ് എന്തായിരിക്കും? മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാല് മെയിൻ്റെനൻസ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? റിപ്പയേഴ്സ് അല്ലെ? അറ്റകുറ്റപ്പണികള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? യൂട്ടിലൈസേഷൻ, അതിന്റെ യൂസേജ് അല്ലെ? എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഇനി ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്തായിരിക്കാം? ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്? നിരസിക്കുക. ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക. അപ്പോ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്ലാനിങ് എ എക്യുപ്മെന്റ്. പ്ലാനിങ് ദ എക്യുപ്മെന്റ്. To choose the alternatives and select the best one. Important point is felt needed. എന്താണ് പറയുന്നത്? നമ്മള്
പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലയേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു അല്ലെ. ഇല്ലേ, എങ്ങനെ വേണം, ഇനി ഏതൊക്കെ സപ്ലയേഴ്സിനെ തെരഞ്ഞെടുക്കണം, പല മാർഗങ്ങളും നമ്മൾ നോക്കും അല്ലെ, പല പ്ലാനിങ്ങുകളും നമ്മൾ നടത്താറുണ്ട് അല്ലെ. എന്താണ്, നല്ല രീതിയിൽ സപ്ലയറെ കിട്ടാനായിട്ട് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള കോസ്റ്റിന് അല്ലെ, കോസ്റ്റ് അല്ലെങ്കിൽ പൈസക്ക് തരാനായിട്ടുള്ള സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പല മാർഗങ്ങളിലൂടെ നമ്മൾ നോക്കാറുണ്ട്. അതാണ് പറയുന്നത്, പല മാർഗങ്ങളിലൂടെ സപ്ലയേഴ്സിനെ, മികച്ച ഏറ്റവും ബെസ്റ്റ് വൺ ആയിട്ടുള്ള സപ്ലയേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. പ്ലാനിങ് ദ എക്യുപ്മെന്റ്സ് ടു ചൂസ് the alternative and select the best one. Important point is felt needed. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്, പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മൾ ആസൂത്രണമൊക്കെ ചെയ്തു, നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി അതിനുശേഷം എന്താണ്, ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യാം. 9 സ്റ്റെപ്പുകളാണ് അതിനകത്തുള്ളത്. ഓക്കെ, 9 major steps for purchasing a capital equipment. ഫസ്റ്റ് വൺ എന്താണ്, to forecast the demand അല്ലെ, ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. forecast means മുൻകൂട്ടി കാണുക, നമ്മുടെ ആവശ്യങ്ങള് മുൻകൂട്ടി കാണുക. അപ്പൊ എന്താണ്, ചിലപ്പോ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എന്താണ്, എത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുമോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് വാങ്ങിക്കാനായിട്ട്. ചിലപ്പോ എന്താണ്, ചില വീടുകളിലൊക്കെ ഇപ്പോ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അത് ചിലപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോഴും മറ്റു വീട്ടിൽ വാങ്ങിക്കുമ്പോ എന്താണ്, നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ, അവര് നല്ലത് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരിപ്പോ പുതിയത് വാങ്ങിച്ചു, അപ്പൊ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അതിന്റെ ആവശ്യകത നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അതൊക്കെ വളരെ കോസ്റ്റ് ആണ് അല്ലെ. ചിലവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ എന്താണ്, നമുക്ക് നമ്മുടെ വരുമാനം നോക്കി അനുസരിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അതൊക്കെ വെറും വേസ്റ്റുകളായിട്ട് മാറാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത് നോക്കാം. ഓൾറെഡി ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അപ്പൊ അപ്പുറത്തെ വീട്ടിൽ വാങ്ങിക്കുമ്പോ ഞാനും പുതിയത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ വീട്ടില് അതിനുള്ള വരുമാനമുണ്ടോ, അതുപോലെ തന്നെ അതിനുള്ള ആവശ്യകതയുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല ഇല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലില് ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ടുള്ള ആവശ്യകതയുണ്ടോ, അതില്ലാതെയുള്ള പ്രവർത്തനങ്ങള് നമ്മുടെ ഹോസ്പിറ്റലില് അതില്ലാതെ നമുക്ക് നടത്താനായിട്ട് പറ്റുമോ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെ. നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് ഫണ്ട് നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടും. ഇതാണ് സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ലോൺ എടുക്കാം അല്ലെ. നമുക്ക് ലോൺ എടുത്ത് നമുക്ക് അത് വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല് പുതിയൊരു നിലവിലുള്ള ആ അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ ആ അസറ്റ് ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള തുക നീക്കി വെക്കും. ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത് നീക്കി വെക്കാറുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ പറയുന്ന ഡിപ്രീസിയേഷൻ ഫണ്ട് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? നിലവിലുള്ള അസറ്റ്, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന അസറ്റിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോ ഇങ്ങനെയുള്ള നമ്മൾ എന്താണ്, ഇങ്ങനെ നിലവില് മൂല്യശോഷണം സംഭവിക്കുമ്പോ പുതിയ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഒരു തുക നീക്കി വെക്കാറുണ്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് വാങ്ങിക്കാൻ പറ്റും അല്ലെ. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നീക്കി വെക്കുന്നത്. ഇനി എന്താണ്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് ഫണ്ട്, പ്രോഫിറ്റ്. ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അതെന്താ പറയുന്നത്, ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റില്ലേ അല്ലെ. ഹോസ്പിറ്റലിലുള്ള പ്രോഫിറ്റിന് നമുക്ക് എടുത്ത് വാങ്ങിക്കാൻ പറ്റും അല്ലെ. അതാണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തുക മാറ്റി വെക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം,
ഒരു സ്കൂളില് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഡ്ജറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട് അല്ലെ. ആ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുക മാറ്റിവെക്കും. അതെന്തിനു വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്? കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണല്ലേ നമ്മൾ മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, ഒരു പ്രത്യേക പർപ്പസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നീക്കി വെക്കാറുണ്ട് ചില തുകകൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ലോൺ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട് ഉണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, HOD. HOD ആരാണ്? HOD യുടെ ഫുൾ ഫോം എന്താ? HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജർ ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ ഡിസിഷൻ മേക്കേഴ്സ് ഇവരുടെയൊക്കെ തീരുമാനം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ എക്വിപ്മെന്റ് വാങ്ങിക്കാനായിട്ട്. ഇവര് ഒക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്പിറ്റലിലേക്ക് പുതിയൊരു ഐറ്റം വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവരാണ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ്, സപ്ലയേഴ്സ് അല്ലെ. സപ്ലയറെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏത് സപ്ലയേഴ്സ് വേണം, ഏത് മെറ്റീരിയൽ, ഏത് ക്വാളിറ്റി, അല്ലെങ്കിൽ എത്ര പ്രൈസിന് നമ്മൾക്ക് തരാൻ പറ്റും, അങ്ങനെയുള്ള നമ്മുടെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം അല്ലെ. സപ്ലയറെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇൻഫർമേഷൻ ജനറേഷൻ എന്താണ്, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. ഇനി നമ്മളൊരു പുതിയൊരു സാധനം നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പൊ ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ വാങ്ങിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിക്കില്ലേ, ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും, വില എത്രയായി, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ എത്ര സ്റ്റാർ ഉണ്ട് അല്ലെ, എത്ര വിലയായി, ഗ്യാരണ്ടി ഉണ്ടോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാറന്റി അല്ലെ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറില്ലേ. ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ പുതിയൊരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പൊ ചീത്തയായിട്ടുണ്ടെങ്കിൽ നമ്മള് വാങ്ങിക്കാൻ നിൽക്കണമെങ്കിൽ അവരോട് ചോദിക്കാറുണ്ട് അല്ലെ, എത്ര വിലയുണ്ട്, അല്ലെങ്കിൽ എത്ര, എങ്ങനെയാണ്, ഇൻഡക്ഷൻ കിട്ടിയോ, എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പുതിയൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപിറ്റൽ എക്വിപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ആ സാധനം, ആ ക്യാപിറ്റൽ എക്വിപ്മെന്റിന്റെ എക്സ്പേർട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എക്സ്പേർട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ എക്വിപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ. ഇനി എന്താണ്, ഇറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി എന്താണ്, ഒന്നും കൂടി പരിശോധിക്കണം അല്ലെ. ഈ എക്വിപ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഹെൽപ്ഫുൾ ആണോ, ഇത് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ, ഇതില്ലാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പറ്റുമോ എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്, കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. നമ്മൾ എന്താണ്, ഡിഫറെന്റ് കൊട്ടേഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഏറ്റവും യോജിച്ച സപ്ലയറെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്തെടുക്കും. ഇനി ഫിനാൻഷ്യൽ ടൂൾസ് അല്ലെ, ബഡ്ജറ്റിനും കോസ്റ്റിനും, ബഡ്ജറ്റ് തയ്യാറാക്കണം, അതുപോലെ തന്നെ കോസ്റ്റ് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ പറഞ്ഞു 9 സ്റ്റെപ്പുകളുള്ളൂ. പക്ഷെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് 10 എന്നാണ് കേട്ടോ, 10 എണ്ണം ഉണ്ട്. അപ്പോ ജസ്റ്റ് അവിടെ നിങ്ങളുടെ ക്ലിയർ ആക്കിയിട്ടുണ്ടോ, അത് കറക്റ്റ് അല്ലേ? പർച്ചേസിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ആക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, പർച്ചേസിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്നാണ് കേട്ടോ, പർച്ചേസിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. AC for some equipment, space of room, protective. ഓക്കെ, കറക്റ്റ് ആണ്. 9 എണ്ണം മാത്രം മതി കേട്ടോ. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്നാണ്. ഓക്കെ. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്.
അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആകുമ്പോൾ അതൊക്കെ ദീർഘനാളത്തേക്ക് യൂസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ നോക്കണം, AC ഫോർ ദ സം എക്യുപ്മെന്റ്, എസിയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്, സ്പേസ് വേണം, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ. അതുപോലെ തന്നെ എന്താണ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ സ്കാനിങ് മിഷൻ, എക്സ്റേ മിഷൻ ഒക്കെ ആണെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടോ. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങൾ, അത് വെക്കാനായിട്ടുള്ള പ്രതലങ്ങൾ ഉണ്ടോ എന്നുള്ളത്, AC ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്യുപ്മെന്റ് സ്ഥാപിക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് 9 സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? 9 സ്റ്റെപ്പുകള്. ആദ്യം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം, സോഴ്സ് ഓഫ് ഫണ്ട്, എവിടെ നിന്നെല്ലാം നമുക്ക് ഫണ്ട് കിട്ടും എന്നുള്ളത്. ഡിസിഷൻ മേക്കേഴ്സ്, അവര് തീരുമാനിച്ചില്ലെങ്കിൽ നമുക്ക് അത് എന്താണ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇൻഫർമേഷൻ അല്ലെ, എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു ഇത് ഉപയോഗിച്ച് ശീലിച്ചതായിട്ടുള്ള ആ പേഴ്സൺസിന്റെ അടുത്ത് നിന്നോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി സൂക്ഷ്മ പരിശോധന നടത്താം, ഇത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പറ്റുമോ എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുക. ഇനി കൊട്ടേഷൻസ് കമ്പയർ ചെയ്യാം, നമുക്ക് ഏറ്റവും യോജിച്ച ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് പോസ്റ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ, പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടോ, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ AC, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് സ്ഥാപിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? അഫ്ലയില്ലേ, അഫ്ലാക്സ് എന്താണോ? എന്നെ കണ്ടില്ലല്ലോ മിസ്, കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാല്? പറഞ്ഞല്ലോ നമ്മള് നേരത്തെ പറഞ്ഞപ്പോ എന്താണ് മീനിങ് വരുന്നത്? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റകുറ്റപ്പണികൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു മെഷീൻ വാങ്ങിക്കുമ്പോ അത് കുറെ നാള് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാറുണ്ട്? അതിനെന്ത് വരാറുണ്ട്? മെയിൻ്റനൻസ് വർക്കുകൾ അല്ലെ, അറ്റകുറ്റപ്പണികൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. നമുക്ക് നോക്കാം. സയന്റിഫിക് അപ്രോച്ച് to restrain the breakdown of an equipment is called maintenance. Underline ചെയ്തേ, important question ആണ്. Scientific approach to restrain the breakdown of an equipment is called maintenance. ഒരു ഉപകരണത്തിന്റെ തകർച്ച, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഉപയോഗിക്കാൻ പറ്റാതെ ആവുക അല്ലെ, ഉപയോഗശൂന്യമാകുക. അപ്പോ ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, ഇല്ലേ? അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്ന ആ സ്ഥിതിയിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും റിപ്പയർസോ
അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലോട്ട് ആക്കി മാറ്റാറുണ്ട് അല്ലെ. ഓക്കെ, അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇത് 3 രീതിയിലുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ഇൻടു 3. പ്രിവെന്റീവ്, done periodically, that is once in a year or 2. Okay, കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് അല്ലേ? ഓക്കെ, done periodically, that is once in a year or 2. എന്താണ്? ഇപ്പോ 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും റിപ്പയേഴ്സ് വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോ നമുക്കിപ്പോ കാറൊക്കെ കാറൊക്കെ വാങ്ങിച്ച് കുറെ നാള് കഴിയുമ്പോ എന്തെങ്കിലും ഇപ്പോ ബ്രേക്കിന് പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാറുണ്ടല്ലേ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഓടിക്കാറുണ്ടോ? ഇല്ല, ഓടിക്കാറില്ല. ചിലവരൊക്കെ ഓടിക്കും അല്ലെ. കുറച്ച് നാളും കൂടി ഓടട്ടെ എന്ന് പറയാറുണ്ടല്ലേ. മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യും അല്ലെ. പൈസ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ്, കുറച്ച് നാളുകൾ ഓടട്ടെ, എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ്റനൻസ് ഇതിൽ പ്രിവെന്റീവിൽ പറയുന്നത്? എന്താണ്, നല്ല രീതിയിൽ അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്യാം. എങ്ങനെ ചെയ്യണം? 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷം, മാക്സിമം 2 വർഷത്തിനുള്ളിൽ അതിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ റിപ്പയേഴ്സ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് ആ മിഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അത് വൈകിപ്പിക്കാതെ തന്നെ 1 വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ തന്നെ അത് ചെയ്തു തീർക്കണം. ഇനി ഡിക്റ്ററ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്റ്ററ്റീവ് കാണാറില്ലേ ഇപ്പൊ സിനിമകളൊക്കെ? CBI, ഡിക്റ്ററ്റീവ് ഒക്കെ കണ്ടിട്ടില്ലേ? എന്താണ് ഡിക്റ്ററ്റീവ് എന്ന് പറഞ്ഞാല്? കണ്ടെത്തൽ അല്ലേ. കണ്ടെത്തൽ, ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേക ആ പ്രോബ്ലം എന്താണോ എന്നുള്ളത് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം. ഓക്കെ, എന്താണ് പ്രോബ്ലം എന്നുള്ളത്, ആ മിഷൻ എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ വർക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവില്ല അല്ലെ, അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് അതിന്റെ പ്രോബ്ലം എന്ന് കണ്ടെത്തുകയും അതിനെന്താണ് അതിന്റെ വഴി, അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്തുകയും വേണം. അത് കറക്റ്റ് ആയിട്ട് അത് പരിഹരിക്കുകയും വേണം. ഇനി എന്താണ്? ബ്രേക്ക് ഡൗൺ. ദ മിഷൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. Activity not completed here, ideal time and cost high. എന്താണ് പറയുന്നത്? ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റോ? നിന്ന് പോയി അതിന്റെ ഒട്ടും പ്രവർത്തിക്കുന്നില്ല ഇല്ലല്ലേ. കാരണം എന്താണ്, അത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള മെഷീൻ ആണ് അല്ലെ. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. പെട്ടെന്ന് നിന്ന് പോയി ചിലപ്പോ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാവാം. ഇപ്പൊ കാറൊക്കെ തന്നെയാണെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് നിന്ന് പോയി സ്റ്റാർട്ട് ആവുന്നില്ല അല്ലെ. കുറച്ച് നാളിപ്പോ നമുക്ക് ആളെ അത് ശരിയാക്കാനായിട്ട് ആളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അല്ലെ, അത് ശരിയാക്കി കുറച്ച് ചിലപ്പോ 2-3 ദിവസമൊക്കെ പിടിക്കാം അല്ലെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കാനായിട്ട്. അപ്പോ പറയുന്നത് എന്താണ്, ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാല് അത് ശരിയാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റില്ല. അതിനെന്താണ്, കൂടുതൽ ടൈമും കോസ്റ്റും കൂടും. ഓക്കെ, കോസ്റ്റ് ആവുകയും അതുപോലെ തന്നെ ടൈമും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റും ഹൈ ആവും. അപ്പോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള റിപ്പയേഴ്സ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അത് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ എന്തായാലും ഓടിക്കോളല്ലോ എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കൂടുതൽ നമ്മളെ നഷ്ടത്തിലേക്ക് ഇടവരുത്തും അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നഷ്ടത്തിലേക്ക് നമ്മളെ ഇടവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കോ റിപ്പയേഴ്സ് പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ചെയ്ത് തീർക്കണം. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രിവെന്റീവ് പറഞ്ഞു, ഡിക്റ്ററ്റീവ് പറഞ്ഞു, ബ്രേക്ക് ഡൗൺ പറഞ്ഞു. ഓക്കെ അല്ലെ.
അതുപോലെ തന്നെ മെയിൻ്റെനൻസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. എന്താണ് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതാണ് താഴെ കൊടുത്തിരിക്കുന്ന 4 പോയിന്റിൽ പറയുന്നത്. പ്രോപ്പർ ആയിട്ട് സഫീഷ്യന്റ് ആയിട്ട് മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്ത് വരുന്നുണ്ട്? അവിടെ വരുന്ന പേഷ്യൻസിന് പല റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ, അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ പേഷ്യൻസിന് സെക്യൂരിറ്റി അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട്, ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടും കുറെ കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണ് റിസ്ക്, പലതരത്തിലുള്ള റിസ്കുകള് സംഭവിക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അവിടെ വരുന്ന പേഷ്യൻസിനായാലും പലതരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് loss of utilization and revenue owing to failure, breakdown and closure of area of equipment for repairs. എന്താണ് നല്ല രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, അതിന് റിപ്പയർസ് വർക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് അത് താനെ ബ്രേക്ക് ഡൗണിലേക്ക് പോകും അല്ലെ, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ചിലപ്പോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മര്യാദക്ക് റിപ്പയർ ചെയ്തില്ല അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് താനെ ബ്രേക്ക് ഡൗണിലേക്ക് പോകും അല്ലെ, ഉപയോഗിക്കാൻ പറ്റാതെയുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, സ്കാനിങ് മെഷീൻ ആവുമ്പോ പലതരത്തില് അല്ലെ, അതുകൊണ്ട് പല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമുക്ക്. ഓരോ ദിവസവും എന്താണ് രോഗികള് കൂടി വരികയാണ് അല്ലെ, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചിലപ്പോ സ്കാനിങ് എടുക്കേണ്ട ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താണ് മറ്റു പലയിടത്തേക്കും രോഗികൾ പോവാനായിട്ട് ഇടവരും ഇല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു പല ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റു പല ലാബിലേക്കോ ഒക്കെ പോവാനായിട്ട് ഇടവരും അല്ലെ, ഇല്ലേ വരാറുണ്ടോ? അങ്ങനെ സംഭവിക്കുമ്പോ ഇതിൽ നിന്ന് ഈ മിഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ലോസ് ഓഫ് ഗുഡ് വിൽ earning to inefficiency and declining standards. ഇനി നല്ല രീതിയിൽ മിഷൻ ഇല്ല അല്ലെങ്കിൽ മിഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യൻസ് വരോ? പേഷ്യൻസ് വരില്ല. പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ട് ഇടവരും അല്ലെ, അവരെ മറ്റുള്ളവരോട് പറയും അല്ലെ, അവിടെ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളും ഒന്നും കറക്റ്റ് അല്ല അല്ലെങ്കിൽ അവിടെ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയാനായിട്ട് ഇടവരും. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ ഗുഡ് വില്ല്, സ്ഥലപ്പേര് എന്ത് ചെയ്യും? ഡൗൺ ആവോ അല്ലെങ്കിൽ അപ്പ് ആവോ? എന്താവും? ഡൗൺ ആവോ അല്ലെ, താഴാനായിട്ട് ഇടവരും അല്ലെ, ലോസ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗണിലേക്ക് വരും അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആ ഗുഡ് വില്ല്, സ്ഥലപ്പേര് കുറയാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി എന്താണ് നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നല്ല രീതിയിൽ ഇപ്പൊ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കോ റിപ്പയർസ് വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പപ്പോ തന്നെ എന്ത് ചെയ്യണം? അത് റിപ്പയർ ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആക്കാം. അല്ലെങ്കിൽ എന്താണ് അത് ഒന്നും ചെയ്തില്ല, കുറച്ച് പ്രോബ്ലം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാതെ പൊക്കോട്ടെ എന്നുള്ള നിലയിൽ അതിനെ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഷൻ തന്നെ എന്ത് ചെയ്യും? എന്താ പറ്റാ? മിഷന് എന്താ പറ്റാ? ഡാമേജ് വരും. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്ന സ്ഥിതിയിലോട്ട് വരും അല്ലെ, വരുമോ? അതിന്റെ ആ മിഷന്റെ എക്യുപ്മെന്റിന്റെ ആയുസ് തന്നെ കുറയാനായിട്ട് ഇടവരും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് 4 കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് 4 കാര്യങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, മെയിൻ്റെനൻസ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
Clear ആണോ? ഓക്കെ. ഇനി നോക്കാം മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലുകളിൽ മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റലേഷൻ. പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ് ഇൻസ്റ്റോൾ ചെയ്യാം. അതുപോലെ തന്നെ കീപ്പിംഗ് ആൻഡ് റിപ്പയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അത് ചെയ്യാം. പീരിയോഡിക് ക്ലീനിങ് ചെയ്യാം പീരിയോഡിക്കലി. അതുപോലെ ചെക്കിംഗ് ദ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടോ, മെയിൻ്റെനൻസ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ അത് തടയാനായിട്ടുള്ള കാര്യങ്ങളും മാർഗങ്ങളും ഈ മെയിൻ്റെനൻസ് വർക്ക് അല്ലെങ്കിൽ റിപ്പയർസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണ്. പീരിയോഡിക് ആയിട്ട് ക്ലീനിങ് നടത്താം. അതുപോലെ എന്താണ് നെക്സ്റ്റ് ആണ് റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. ഇപ്പൊ എന്താണ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചെറിയതായിട്ടുള്ള റിപ്പയർസ് വർക്ക് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ എന്താണ് അതിന്റെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഫാനിന്റെ ഇപ്പോ എന്താണ് അതിന്റെ സ്പീഡ് കുറഞ്ഞെങ്കിൽ എന്താണ് പ്രോബ്ലം? കപ്പാസിറ്റർ മാറ്റണമല്ലോ അതിന്റെ ഇല്ലേ. ഇപ്പൊ കപ്പാസിറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം അല്ലെ. സ്പീഡ് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അപ്പോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും ചെറുതായിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ സ്പെയർസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മെയിൻ്റെനൻസ് ഹോസ്പിറ്റലുകളിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഇനി നോക്കി യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഇനി എങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%. No under or over utilization. അപ്പോ നമ്മള് ഒരു പരിധി വരെ അല്ലെ, ഒരുപാട് നമ്മള് ഓവറായിട്ട് മെഷീൻ ഉപയോഗിക്കാനും പാടില്ല, ഓവറായിട്ട് എന്താണ് ഉപയോഗിക്കാനും പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനും പാടില്ല. ഒരു 80 to 90% വരെയാണ് നമുക്ക് മെഷീൻ യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിഡിൽ, ഒരു എന്താണ് പറയാ മീഡിയത്തിലായിരിക്കണം മെഷീൻസ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഒരുപാട് നമ്മൾ ഉപയോഗിക്കാനും പാടില്ല, എന്നാല് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാതിരിക്കാനും പാടില്ല, ഓവറായിട്ട് അണ്ടറായിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എന്താ പറയുന്നത്? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാല് നിരസിക്കുക. സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ. ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് അല്ലെ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി ബ്രേക്ക് ഡൗൺ ആയി പോയ മെഷീൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്ക്രാപ്പിന് കൊടുക്കാറുണ്ട് അല്ലെ. ഉപയോഗിക്കാൻ പറ്റാതെ ആയിരിക്കും, നമുക്ക് മെയിൻ്റെനൻസ് വർക്ക് റിപ്പയർസ് ഒക്കെ ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്തിട്ടൊരു കാര്യവുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യാറുണ്ട്? സ്ക്രാപ്പിന് കൊണ്ടുപോയി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോ പുതിയൊരു ലാർജ് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഒരു മെഷീൻ വാങ്ങിച്ച് കുറെ നാൾ അവർ ഉപയോഗിച്ചു. അപ്പോ അവർ വിചാരിക്കുന്നതിന് ഒരു പുതിയൊരു മെഷീൻ വാങ്ങിക്കാം, ഇത് എന്തായാലും അതിന്റെ ബ്രേക്ക് ഡൗണിലേക്ക് ആവാറായി, അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു മെഷീൻ വാങ്ങിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഒരു പുതിയ മെഷീൻ വാങ്ങിച്ചു. ഈ ഇവിടെ ഇരിക്കുന്ന പഴയ മെഷീൻ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ സ്മോൾ ഹോസ്പിറ്റലുകളിലേക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? ഫ്രീ ആയിട്ട് കൊടുക്കും. അവിടെ എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷികൾ ഉണ്ടാവില്ല അല്ലെ.
അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് എങ്ങനെയാണ് ചിലപ്പോ അതോ അങ്ങനെയുള്ളൊരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷീനോ അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ലാർജ് ഹോസ്പിറ്റലിൽ നിന്ന് പുതിയൊരു ഐറ്റം അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പഴയ ഐറ്റം എന്ത് ചെയ്യും, സ്മോൾ ഹോസ്പിറ്റലിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണത്, അതെങ്ങനെയാണത് ഉപയോഗിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവിടെയുള്ള സ്റ്റാഫിന് പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ കാറ് വാങ്ങിച്ചു, സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് കാറ് വാങ്ങിക്കുന്നത്? ഇപ്പോ ഞാൻ എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞത് പാസ്സായി, ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ പുതിയ കാറ് വാങ്ങിക്കോ? ഇല്ലല്ലേ. ആദ്യം എന്ത് വാങ്ങിക്കും, പഴയ കാറൊന്ന് വാങ്ങിച്ച് അത് റോഡിലൂടെ എങ്ങനെയാണ് ഓടിക്കുന്നത് പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുതിയൊരു കാറ് വാങ്ങിക്കുള്ളൂ അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്മോൾ ഹോസ്പിറ്റലിൽ എന്താണ്, അത് വാങ്ങിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്താണ് അവരത് വാങ്ങിക്കില്ല. കാരണം എന്താണ്, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. ട്രെയിനിങ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടും നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പഠിച്ചിട്ട് മാത്രമാണ് അവര് ആ മെഷീൻ പുതിയതായിട്ട് വാങ്ങിക്കുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആണ് കൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. എന്താണ് ഓർഡിനറി പർച്ചേസ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓർഡിനറി പർച്ചേസ് എന്താണ്? എന്തായിരുന്നു ഓർഡിനറി പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ടുള്ള പർച്ചേസ് അല്ലെ, സാധാരണ പർച്ചേസ് എന്ന് പറയാം. ഓക്കെ. ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് അറിയാലോ, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലെ. സാധാരണയാണ്, സാധാരണ രീതിയിലുള്ള പർച്ചേസിങ്. അതിന്റെ ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 4 കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അയച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് തമ്പിടണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കാം. സൈന്യം ക്ലിയർ ആയോ? കിട്ടിയോ എന്താണ് പോയിന്റ്സ് എന്നുള്ളത്? സനുവിനൊന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ആക്കട്ടെ. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. First one, extent of negotiation. Capital equipment പർച്ചേസിന് നെഗോഷിയേഷൻ നമുക്ക് ചർച്ചകൾ ഒരുപാട് നടത്തേണ്ടി വരും. ഓർഡിനറി പർച്ചേസിന് നമുക്ക് അത്രയും ചർച്ച നടത്തേണ്ട വരില്ല. അതുപോലെ തന്നെ ലീഡ് ടൈം റിക്വയർമെന്റ്സ്, ക്യാപിറ്റൽ പർച്ചേസിന് ലീഡ് ടൈം കൂടുതലായിരിക്കും, ഓർഡിനറി പർച്ചേസിന് കുറവായിരിക്കും. തേർഡ് വൺ, സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്വിപ്മെന്റിന് ചിലവ് കൂടുതലായിരിക്കും, ഓർഡിനറി പർച്ചേസിന് ചിലവ് കുറവായിരിക്കും. പിന്നെ അവൈലബിലിറ്റി ഓഫ് സോഴ്സ്. ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരിക്കും, ഓർഡിനറി പർച്ചേസിന് അത് കുറവായിരിക്കും. നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരെങ്കിലും? താങ്ക് യു മിസ്. ആരെങ്കിലും ഒരാളെ കൂടി അറിയോ? ആരാ പറയാം? ആരെങ്കിലും ഒരാള്. ആരെങ്കിലും ഒരാള് മിസ് പറയുന്നല്ല പേര്. ആരെങ്കിലും ഒരാൾ ക്ലിയർ ആയിട്ടുള്ള ഞാൻ പറയാം.
ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാന് കൂടുതൽ എക്സ്റ്റെൻഡ് ടൈം വേണ്ടി വരും. ഓർഡിനറി പർച്ചേസിൽ ലോ എക്സ്റ്റെൻഡൻസ് മതി. പിന്നെ ക്യാപിറ്റൽ റിക്വയർമെന്റില് ടൈം കൂടുതൽ വേണം. ഓർഡിനറി പർച്ചേസിൽ ലെസ് ടൈം മതി. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ എക്സ്പെൻഡിച്ചർ, അതായത് എക്സ്പെൻസ് വളരെ ഹൈ ആയിരിക്കും. ഓർഡിനറി പർച്ചേസിൽ വെരി ലോ ആയിരിക്കും. സോഴ്സസിന്റെ ലഭ്യത എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിൽ വളരെ കുറവായിരിക്കും. ഓർഡിനറി എക്യുപ്മെന്റ്സിൽ വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് പറയാം. നെഗോഷിയേഷൻ, എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ അല്ലെ. നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ എന്താണ് പലരോടും സമ്മതത്തിൽ ചോദിക്കുന്നു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡിസിഷൻ മേക്കേഴ്സ്. തൊട്ട് മുമ്പത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അല്ലെ. നമ്മള് ഡിസിഷൻ മേക്കേഴ്സിന്റെ ഒക്കെ സമ്മതത്തോടെ വേണം നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെ. അവരൊക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതല് ചർച്ചകൾ വേണ്ടി വരുന്നത് എന്തിനാണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണ് അല്ലെ. ചർച്ചകൾ വേണ്ടി വരുന്നത് അതിനാണ്. ഓർഡിനറി ആകുമ്പോൾ എന്താണ് സാധാരണ പർച്ചേസ് ആണ് അല്ലെ. അധികം ചർച്ചകളൊന്നും വേണ്ട. ഇനി ലീഡ് ടൈം എങ്ങനെയാണ്? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് ടൈം, വാട്ട് യു മീൻ ബൈ ലീഡ് ടൈം? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ലീഡ് ടൈം എന്തായിരിക്കും? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമുക്ക് ഒരു സാധനം നമ്മൾ ഓർഡർ കൊടുത്തു, അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടല്ലേ. അതിനെയാണ് നമ്മുടെ ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണെങ്കിൽ എന്താണ് കുറെ നാള് അല്ലെ, കുറച്ച് അധികം ദിവസം വേണ്ടി വരുന്നുണ്ട്. ഓർഡിനറി പർച്ചേസിനാണെങ്കിൽ സാധാരണയ്ക്കാണെങ്കിൽ എന്താണ് കുറച്ച് ടൈം മാത്രം മതി. ഇനി സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെ, ചെലവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണെങ്കിൽ ഹൈ ആണ്. ഇനി ഓർഡിനറിക്ക് ആണെങ്കിലോ ലോ ആയിരിക്കും. ഇനി അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സിന്റെ ലഭ്യത. ഇപ്പോ നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോ പല കടകളിലും കയറി ഇറങ്ങുമ്പോൾ നമുക്കത് കിട്ടാറില്ല അല്ലെ. ഇല്ല, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോ അത് ലഭിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അതെ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ചിലപ്പോ അവിടെ ഉണ്ടാവണം എന്നില്ല. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ആ സോഴ്സസിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. സാധാരണ പർച്ചേസ് ആണെങ്കിലോ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി എപ്പോഴും കടകളിൽ ഉണ്ടാവും, അത് വാങ്ങിക്കാനായിട്ട് പറ്റും. അതാണ് അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് 3 ways to obtain an item to an organization. ഒരു പുതിയൊരു ഐറ്റം ഓർഗനൈസേഷനിലേക്ക് വാങ്ങിക്കുന്നത് ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു ഐറ്റം വാങ്ങിക്കാൻ പറ്റും. ഓർഗനൈസേഷനിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്കോ ഒരു ഐറ്റം ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? ഏതൊക്കെ വഴികളിലൂടെ പറഞ്ഞു നോക്കിയൊന്ന്. പുതിയൊരു ഐറ്റം വാങ്ങിക്കും അല്ലെ. ഓർഗനൈസേഷനിൽ ഒരു ഐറ്റം ആവശ്യമായിട്ട് വരുമ്പോൾ അത് പുതിയൊരു ഐറ്റം നമ്മൾ വാങ്ങിക്കും. എന്താണ് ഒന്നെങ്കിൽ ചിലപ്പോ അത് എന്താണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ടല്ലേ, പഴയത് നമ്മൾ ഓൾഡ് ഐറ്റം വാങ്ങിക്കാറുണ്ട്. പിന്നെ ലീസിനല്ലേ, ലീസിന് എടുക്കാറുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിലേക്ക് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുന്നത് 3 വഴികളിലൂടെയാണ്. ഒരു എണ്ണം പറയുന്നത്, ഫസ്റ്റ് വൺ പറയുന്നത് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയത് വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്ത ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ബൈ ലീസിംഗ്, വാടകയ്ക്ക് അല്ലെ, വാടകയ്ക്ക് നമ്മൾ എടുക്കാറുണ്ട്. ഇനി നോക്കാം പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്.
നോക്കിക്കോളൂ ട്ടോ. Purchasing a new equipment. To collect the relevant data about the equipment or from the user department. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാ പറയുന്നത്? നമ്മള് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഒരു പുതിയ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഏതൊക്കെ ഐറ്റമാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, എത്ര രൂപയുടെ ഐറ്റം വേണം, അതിന് സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കി ലിസ്റ്റുകൾ ഇട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസിംഗ് അല്ലെ, പർച്ചേസിംഗ് നടത്താനായിട്ട് പ്ലാൻ ചെയ്യും. എന്താണ്? ടു ഇൻവൈറ്റ് ദ quotations from the suppliers. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല quotations നോക്കി സപ്ലയർ അതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യും അല്ലെ. നമുക്ക് യോജിച്ച സപ്ലയർ ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ സപ്ലയറെ ഐഡന്റിഫൈ ചെയ്തു. അസസ്മെന്റ് ഓഫ് ദ quotation ഓഫ് bids. അപ്പൊ എന്താ പറയുന്നത്? അവിടെ ഓഫ് അല്ല കേട്ടോ, ഓർ എന്നാണ് കേട്ടോ. quotation ഓർ ബിഡ് ആണോ? കറക്റ്റ് ആണോ? നിങ്ങളുടെ PDF-ല് ടെക്സ്റ്റ് ബുക്കില് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള കൊട്ടേഷനിലൂടെയോ അല്ലെങ്കിൽ ബിഡ് എന്താണ്? ബിഡ് ലേലം വഴിയോ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ്? പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ലേലം വഴിയോ കൊട്ടേഷൻ വഴിയോ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് എക്യുപ്മെന്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് പർച്ചേസിംഗ് ന്യൂ എക്യുപ്മെന്റിൽ പറഞ്ഞത് എന്താണ്? ആദ്യം യൂസർ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ് അഭ്യർത്ഥന നടത്തും അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾക്ക് ഇന്ന ഐറ്റംസ് ആവശ്യമാണ് എന്നുള്ളത് റിക്വസിഷൻ നടത്തി. അവര് പല കൊട്ടേഷൻസ് നോക്കി സപ്ലയേഴ്സിനോട് എൻക്വയറി നടത്തി സപ്ലയറെ ഐഡന്റിഫൈ ചെയ്ത് പിന്നെന്താണ് ചെയ്യുന്നത്? പല കൊട്ടേഷനിലൂടെയോ അല്ലെങ്കിൽ ലേലത്തിലൂടെയോ നമുക്ക് ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഐറ്റം വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന 3 പോയിന്റ്സ്. ക്ലിയർ ആണോ? 3 പോയിന്റ്സും. ഓക്കെ, ഇനി ചില ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ചില ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ. ഓക്കെ, എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ. It is consist of the services life of an asset which reduce the average cost per period of services. It includes time and post technician. ഇവിടെ പറയുന്നത് ഒരു മിഷൻ വാങ്ങിക്കുമ്പോൾ അതിന്റെ സർവീസ് ലൈഫ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ചിലവ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റും ടൈമും കുറവായിരിക്കണം. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. എക്സാമ്പിൾ വെച്ച് പറയാം. എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു മിഷൻ വാങ്ങിച്ചു. ആ മിഷൻ വാങ്ങിക്കുമ്പോൾ അത് എത്ര നാള് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ റിപ്പയറിങ്ങോ ഒന്നുമില്ലാതെ എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളൊരു പുതിയതായിട്ടൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ അത് യാതൊരു കംപ്ലൈന്റോ യാതൊരു റിപ്പയർസോ ഇല്ലാതെ എത്ര നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ ആ മിഷൻ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പുതിയൊരു മിഷൻ വാങ്ങിക്കുമ്പോ അതൊരു യാതൊരു കംപ്ലൈന്റും കൂടാതെ ഒരു 3 വർഷം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുമല്ലേ? അതൊരു യാതൊരു കംപ്ലൈന്റും ഇല്ല, 3 വർഷമായിട്ടേ ഇപ്പോഴും എന്താണ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 years ആണ്. മനസ്സിലായോ? ഇനി എന്താണ്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ. A total period of productivity of the mission or the entire life of the mission. ഇവിടെ പറയുന്നത് വാങ്ങുന്ന മിഷന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആ മിഷന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. നമ്മളൊരു മിഷൻ വാങ്ങിച്ചു. ആ മിഷൻ വാങ്ങിച്ചപ്പോ ഒരു
3 ഇയേഴ്സ് കറക്റ്റ് ആയിട്ട് ഓടി. പിന്നീട് 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോ ഒരു കംപ്ലൈന്റ് വന്നു. ആ കംപ്ലൈന്റ് നമ്മൾ എന്ത് ചെയ്തു? റിപ്പയേഴ്സ് ഒക്കെ ചെയ്തു, നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അത് മാക്സിമം അതിനെ എത്ര നാള് യൂസ് ചെയ്യാൻ പറ്റും? ഈ കംപ്ലൈന്റ് വന്നു, അത് റിപ്പയേഴ്സ് ഒക്കെ വരുത്തി, പിന്നീട് അതിന് എത്ര നാള് മാക്സിമം അത് യൂസ് ചെയ്യാൻ പറ്റും? ആ മിഷൻ നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും? മനസ്സിലായോ? അതാണ് ഫിസിക്കൽ ലൈഫ്. ഓക്കെ, ക്ലിയർ ആയോ? എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലൈന്റ് ഒന്നും കൂടാതെ എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് ഒന്നുമില്ല, അതിനൊരു 3 വർഷം കംപ്ലൈന്റ് ഇല്ലാതെ അത് പ്രവർത്തിച്ചു. പിന്നീട് ഒരു റിപ്പയേഴ്സ് ഒക്കെ വന്നു, കംപ്ലൈന്റ് എന്താണ് റിപ്പയേഴ്സ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ വന്നു, അത് ചെയ്ത് കഴിഞ്ഞ് അതിന് എത്ര നാള് മാക്സിമം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും? അതാണ് ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയോ? അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ലൈഫ്. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെലവാക്കിയ തുക എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഒരു സ്കാനർ മെഷീൻ ഒരു 50,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു. ആ 50,000 രൂപ എന്ന് പറയുന്നത് ആ മെഷീൻ പ്രവർത്തിച്ച് എത്ര നാള് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്? നമ്മൾ മുടക്കിയ തുക എത്ര നാള് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്? അതാണ് ടാക്സ് ലൈഫ്. ഓക്കെ, എക്കണോമിക് ലൈഫ് പറഞ്ഞു, ഫിസിക്കൽ ലൈഫ്, ടാക്സ് ലൈഫ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, ഇലക്ട്രിസിറ്റി. ഇവിടെ പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങള്. ഇപ്പൊ ഒരു പുതിയൊരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിക്കുമ്പോ അതിന് എത്ര സ്റ്റാർ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ നോക്കാറില്ലേ? കടയിൽ പോയിട്ട് നിങ്ങൾ നോക്കാറുണ്ടല്ലേ? 5 സ്റ്റാർ ഉണ്ടോ, അല്ലെങ്കിൽ 4 സ്റ്റാർ ഉണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോ അതിന് സ്പെയർ പാർട്സുകൾ ഉണ്ടോ, അല്ലെ, സ്പെയേഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാഹിത്യത്തില് കേടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെയേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? ഇവിടുത്തെ സ്പെയർ പാർട്സുകളൊക്കെ ഉപയോഗിച്ചത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണ്, ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ. പുതിയൊരു നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചു, അതിന് എത്ര സ്റ്റാർ നമുക്ക് ഉണ്ടെന്നുള്ളത് നോക്കാറുണ്ട്, അതിന് എത്ര ഇലക്ട്രിസിറ്റി ആവും ഉള്ളതൊക്കെ, അല്ലെ, എത്ര കറണ്ട് ആവും, അല്ലെ, ഇലക്ട്രിസിറ്റി എത്ര വരും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ ലഭ്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങള് എക്കണോമിക് ഫോർകാസ്റ്റിംഗിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. എന്താണ് പറയുന്നത്? നിലവില് ഒരു മെഷീൻ വാങ്ങുന്നത് കൊണ്ട് അതിന്റെ ആവശ്യകത, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ മെഷീൻ ഇല്ലാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതാണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം അത് പറയുന്നത്. ഇനി എന്താണ് എക്കണോമിക് സർവേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? എന്താ പറയുന്നത്? ഈ നമ്മള് സർവേ നടത്താറുണ്ടല്ലേ, എന്തെങ്കിലും നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മൾ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോ സപ്ലയറിനെ വിശ്വസിക്കാൻ പറ്റോ, ട്രസ്റ്റ് വർത്തി ആണോ, അല്ലെങ്കിൽ ഇന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് അദ്ദേഹം മെറ്റീരിയൽസ് തരുമോ, അല്ലെങ്കിൽ ഇന്ന പ്രൈസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ തരുമോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ടല്ലേ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന രൂപയ്ക്ക് ഉള്ള പ്രൊഡക്റ്റ്, ആ മൂല്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് എക്കണോമിക് സർവേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്മള് എന്താ ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ട്, അല്ലെ, വാങ്ങുന്ന കോസ്റ്റ് ആണ് പർച്ചേസ് കോസ്റ്റ്.
ഇൻസ്റ്റാൾ ചെയ്യുമ്പോ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന കോസ്റ്റ് ആണ് പർച്ചേസ് കോസ്റ്റ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അല്ലെ ഒരാള് വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോ എന്താണ് അതിന് നമ്മള് പണം കൊടുക്കേണ്ടത് ആവശ്യകതയില്ലല്ലോ. അയാൾക്ക് നമ്മൾ പണം കൊടുക്കാറുണ്ട് അല്ലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കോസ്റ്റ്. ഇനി അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, മെയിൻ്റെനൻസ് വർക്ക് വന്നു എങ്കിൽ എന്താണ് അയാള് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും, അത് കംപ്ലൈന്റ് ഒക്കെ മാറ്റി തരും അല്ലെ. അപ്പൊ അയാൾക്ക് പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം, പ്രൈസ് കൊടുക്കണം അല്ലെ, ആണോ? അതാണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കോസ്റ്റുകളും പരിഗണിച്ചിട്ടാവണം നമ്മള് എന്ത് ചെയ്യാനായിട്ട്, പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. പർച്ചേസിങ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും ബ്രേക്ക് ഡൗൺ കോസ്റ്റും ഈ 3 കോസ്റ്റുകളും കൺസിഡർ ചെയ്തിട്ടാവണം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങളാണ് ഫാക്ടേഴ്സിൽ വരുന്നത് കേട്ടോ. ഇത്രയും വരെ പറഞ്ഞു നിർത്താം നമുക്ക്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങള് പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ് വരെയാണ് ഇപ്പൊ നമ്മൾ എടുത്ത് നിർത്തിയത്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, അപ്പൊ എന്താണ് പർച്ചേസിങ് കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിനിപ്പോ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം, ജാവ എന്ന സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ തരാറുണ്ട് നമുക്ക്. അവിടെ നിന്ന് ആള് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് അയാൾക്ക് കൊടുക്കണം ഡെലിവറി ചാർജ്. അതുപോലെ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ കയറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെ, അയാൾ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് വന്നിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ കയറ്റി തരും. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കണം, പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് വർക്ക്, എന്തെങ്കിലും റിപ്പയർസോ എന്തെങ്കിലും മെയിൻ്റെനൻസ് റിപ്പയർസോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം വരുമല്ലേ നമ്മുടെ വീട്ടിലേക്ക്. സർവീസ് ചാർജ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സാധനം പർച്ചേസ് ചെയ്യാനായിട്ട്, ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ.